എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ട്രഡീഷണൽ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. ഇതിനു മുൻപ് 2 ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. ഒന്ന് അരിപ്പൊടി കൊണ്ടുള്ളതും ഒന്ന് ഗോതമ്പ് പൊടി കൊണ്ടുള്ളതും. ഈ 2 ഉണ്ണിയപ്പവും അതിൻ്റെ ബാറ്റർ 1 മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയെടുത്തത്. ട്രഡീഷണൽ ആയിട്ടുള്ള ചേരുവകൾ ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ മിനിമം 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഉണ്ടാക്കിയെടുക്കാൻ. എങ്കിൽ മാത്രമേ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ട് വരുള്ളൂ. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 3 കപ്പ് പച്ചരിയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് 350 മുതൽ 400 ഗ്രാം വരെ ശർക്കര എടുക്കാം. വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഇത് അടുപ്പത്ത് വെച്ചൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയെല്ലാം ഉരുകി ഇതുപോലെ ഒന്ന് നന്നായിട്ട് പതഞ്ഞു വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. 3 കപ്പ് അരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണിത്. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിക്കാതെയാണ് എടുത്തിരിക്കുന്നത്. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് തരി ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. 1 കപ്പ് അരിപ്പൊടി മാറ്റി വെക്കുന്നുണ്ട്. 3-4 ചെറുപഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പാളയംകോടൻ പഴം, മൈസൂർ പൂവൻ എന്നൊക്കെ ഓരോ നാടുകളിൽ ഓരോ പേര് പറയും. നന്നായി പൊടിച്ചെടുത്തിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയൊന്ന് അരിച്ചൊഴിക്കാം. ഉരുക്കി വെച്ചിരുന്ന മുഴുവൻ ശർക്കരയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതുപോലെ ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂട് മാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. അരിപ്പൊടിയും ശർക്കരപ്പാനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ കൂട്ട് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ 1 കപ്പ് പൊടി മാറ്റി വെച്ചിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി 4 ചെറുപഴം ഇതിലേക്ക് അരച്ച് ചേർക്കുന്നുണ്ട്. പണ്ടൊക്കെയുള്ളവർ അരിപ്പൊടിയും പഴവും കൂടെ കൈകൊണ്ടാണ് മിക്സ് ചെയ്തെടുത്തിരുന്നത്. ഇതുപോലെ മിക്സിയിലടിക്കുന്ന ഒരു രീതിയില്ലായിരുന്നു. പഴം അരച്ചതും ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 8 മണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞു. ബാറ്റർ ഇപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കണക്കിന് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യൊഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നുണ്ട്. ഗോൾഡൻ കളർ ആകുന്നത് വരെ വറക്കുന്നുണ്ട്. ഇത് അടുപ്പത്തിരുന്ന് കുറച്ചും കൂടി ഒന്ന് മൂത്ത് വരും. അടുത്തതായി ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് 1 സ്പൂൺ ജീരകം പൊടിച്ചതും 4 ഏലക്ക പൊടിച്ചതും കുറച്ച് കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. നെയ്യിൽ വറുത്ത തേങ്ങ ഈ സമയത്ത് തണുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്ത ചേരുവകൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ പാത്രത്തിലൊഴിച്ച എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് കോരി ഒഴിക്കാം. ഒഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടായി വരുന്നതെന്ന്. ഉണ്ണിയപ്പം ഓരോന്നായിട്ട് തിരിച്ചു മറിച്ച് വിട്ട് ഓരോ സെറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. 3 ഗ്ലാസ് അരിക്ക് ഏകദേശം 70 ഉണ്ണിയപ്പത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേസ്റ്റാണ്. ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പഴമൊക്കെ ചേർത്ത് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും നാവിലേക്ക് വരുന്നത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത്രയും സമയമെടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ വേറൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുപോലെ ചെയ്താൽ മതി. അതും നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. പഴം ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.